ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. മലയാളം അടിസ്ഥാന പാഠാവലിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കൊല്ലം കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ജസീന റഹീം. 10ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ നിലാവു പെയ്യുന്ന നാട്ടുവഴികൾ എന്ന രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. AP ഉദയഭാനുവിന്റെ കൊച്ചുചക്കരച്ചി എന്ന ഉപന്യാസം, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണമുറ്റത്ത് എന്ന കവിത, കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും എന്ന കഥ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു എന്ന ലേഖനം, ഇങ്ങനെ 4 പാഠങ്ങളാണ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും ഒരേ ആത്മാവിന്റെ അംശങ്ങളായി ജീവിച്ചു പോന്നിരുന്ന ഒരു പഴയകാലം നമുക്കുണ്ടായിരുന്നു. നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറങ്ങളിൽ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞിരുന്ന നിഷ്കളങ്കരായ മനുഷ്യർ, ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത, വീടുകൾക്കിടയിൽ മതിലുകളില്ലാതിരുന്ന, സ്നേഹബന്ധങ്ങൾ പൂത്തുലഞ്ഞു നിന്നിരുന്ന, ഓണവും വിഷുവും തിരുവാതിരയും പ്രകൃതിയോടൊപ്പം ചേർന്ന് ആഘോഷിച്ചിരുന്ന ആ പഴയ സുവർണകാലത്തിന്റെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മപ്പെടുത്തലാണ് നിലാവു പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റ്. സംഘകാല കവിയായ ഔവയ്യാറിന്റെ പുറനാനൂറിലെ വരികളാണ് യൂണിറ്റിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത്. നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുമെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ. നല്ല മനുഷ്യർ പാർക്കുന്നിടം നന്നായി വരും. അത് കാടായാലും നാടായാലും കുന്നായാലും കുഴിയായാലും. പാർക്കുന്ന മനുഷ്യന്റെ ഗുണമാണ് ഭൂമിയുടെ, ആ പ്രദേശത്തിന്റെ നന്മ നിശ്ചയിക്കുന്നത്. ഒരു നാടിനെ നല്ലതാക്കുന്നത് നിരവധി ഘടകങ്ങൾ ചേർന്നാണ്. സുന്ദരമായ, മാലിന്യമുക്തമായ, ശാന്തമായ പ്രകൃതി, നല്ല കാലാവസ്ഥ, നല്ല ജലം, സ്നേഹമുള്ള മനുഷ്യർ, ഇവയൊക്കെ ചേർന്നാണ് നാടിനെ നല്ലതാക്കുന്നത്. മനുഷ്യരുടെ മോശമായ പ്രവർത്തനങ്ങൾ ഏത് നല്ല നാടിനെയും ചീത്തയാക്കുന്നു. AP ഉദയഭാനുവിന്റെ ലളിതവും നർമ്മരസം നിറഞ്ഞതുമായ ഉപന്യാസമാണ് കൊച്ചുചക്കരച്ചി. മനുഷ്യനും വൃക്ഷവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മാമ്പഴ മധുരമുള്ള ഓർമ്മകളാണ് കൊച്ചുചക്കരച്ചി. ഒപ്പം മനുഷ്യനേക്കാൾ വിശ്വസിക്കാവുന്ന സഹജീവിയാണ് മരങ്ങൾ എന്ന വിശ്വാസം കൂടി ഈ ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നു. മാവും മലയാളിയും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ലേഖകൻ ആദ്യം പറയുന്നത്. പിന്നീട് പലതരം മാവുകളെക്കുറിച്ച് പറയുന്നു. കുട്ടികളും മാവും തമ്മിലുള്ള പ്രത്യേക അടുപ്പത്തെക്കുറിച്ച് ലേഖകൻ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ പങ്കുവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ തറവാട് വീടായ മുല്ലശ്ശേരിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കരമാവിൻ ചോട്ടിൽ കുട്ടികൾ കൊതിയ സമാജം കൂടിയിരുന്നതും, അണ്ണാൻ പിറന്നാൾ നടത്തിയതും, മാവിനെ പ്രീതിപ്പെടുത്താൻ ഉണ്ണിയിടൽ നടത്തിയതും, കാറ്റിനെ സന്തോഷിപ്പിക്കാൻ പാട്ടുകൾ പാടിയതും, അണ്ണാനെയും കാക്കയെയും ഇണക്കിയും പിണക്കിയും അവരെക്കൊണ്ട് മാങ്ങകൾ ഇടിയിച്ചതും ലേഖകൻ ഓർമ്മിക്കുന്നു. ഇന്നത്തെ കവികളെല്ലാം കുട്ടിക്കാലത്ത് ഏതെങ്കിലും കൊതിയ സമാജങ്ങളിൽ അംഗങ്ങളായതുകൊണ്ടാണ് തേനൂറുന്ന കവിതകൾ എഴുതാൻ അവർക്ക് കഴിയുന്നത്. കവികളും മാവും തമ്മിലുള്ള ബന്ധവും, കാമദേവൻ തൻ്റെ 5 അമ്പുകളിലൊന്ന് തേന്മാവിൻ്റെ പൂങ്കുലയാക്കിയതും, മാമ്പഴമെന്ന കവിതയിലൂടെ മലയാളിയുടെ ഹൃദയം കവർന്ന വൈലോപ്പിള്ളിയെയും ഒക്കെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. തറവാട് ഭാഗം വെച്ചപ്പോൾ ലേഖകന്റെ അമ്മയ്ക്ക് തറവാട് കിട്ടിയതോടെയാണ് അദ്ദേഹത്തിന് കൊച്ചുചക്കരച്ചി എന്ന മാവുമായി കൂടുതൽ അടുപ്പമുണ്ടാകുന്നത്. 60 കൊല്ലം മുമ്പ് പാട്ടത്തിൽ അപ്പൂപ്പൻ എന്ന കാരണവർ കൊച്ചുചക്കരച്ചിയുടെ പൊക്കം മൂലം തറവാടിൻ്റെ പ്രൗഢി നാട്ടുകാർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന കാരണം പറഞ്ഞ് മാവ് മുറിക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ടപ്പെട്ടവർ ഇടപെട്ട് തടഞ്ഞു. അതിനുശേഷം ആളുകൾക്കിടയിൽ കൊച്ചുചക്കരച്ചിക്ക് ഒരു പ്രത്യേക അരുമത്തമുണ്ടായി. ലേഖകനും അമ്മയും തറവാട്ടിൽ താമസമായതിനു ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് കൊച്ചുചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാനും അമ്മ ശ്രമിച്ചെങ്കിലും നീറുകളാകുന്ന ചാവേറുകളെ വിട്ട് കൊച്ചുചക്കരച്ചി അതു തടഞ്ഞു. മാങ്ങ പറിക്കാൻ വന്നവരെയും മാവ് മുറിക്കാൻ വന്നവരെയും മാവ് തുരത്തി. അങ്ങനെയിരിക്കെ കൊച്ചുചക്കരച്ചിയുടെ തടി ജീർണിച്ച് മാരകമായ രോഗം പിടിപെട്ടു.
ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയെ കരുതി മാവ് മുറിക്കാൻ ലേഖകൻ നിർബന്ധിച്ചെങ്കിലും കൊച്ചുചക്കരച്ചി വീഴില്ല, വീണാലും ആപത്തു വരുത്തില്ല എന്ന നിലപാടായിരുന്നു അമ്മയ്ക്ക്. മാത്രമല്ല, കാറ്റും മഴയും വരുമ്പോഴെല്ലാം അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചുചക്കരച്ചി ചതിക്കില്ല എന്ന വിശ്വാസമാണോ, അതോ മാവ് വീണ് തറവാട് തകർന്നാൽ താനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പിന്നിൽ? എന്തായാലും രോഗം വന്ന ശേഷം ആശങ്ക നിറഞ്ഞ 10 കൊല്ലങ്ങൾ കഴിഞ്ഞ് ചെറിയ ഒരു കാറ്റും മഴയും മാത്രമുള്ള ദിവസം കൊച്ചുചക്കരച്ചി വീണു. തറവാടിനോ മനുഷ്യർക്കോ ഒരാപത്തും വരുത്താതെ കൊച്ചുചക്കരച്ചി ചതിക്കില്ല എന്ന അമ്മയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് മാവ് വീണത്. കൊച്ചുചക്കരച്ചിക്ക് കൈവരുന്ന മനുഷ്യഭാവങ്ങൾ ഈ ലേഖനത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ആ തറവാട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു കൊച്ചുചക്കരച്ചി നിന്നിരുന്നത്. എത്രയോ തലമുറകളുടെ ജീവിതത്തിലെ ഓരോ ചടങ്ങുകൾക്കും സാക്ഷിയായിരുന്നു അത്. അതിന് നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ പറയുമായിരുന്നുവെന്ന് ലേഖകൻ പറയുന്നു. തൻ്റെ മാങ്ങകൾ കൊണ്ട് തറവാട്ടിലുള്ളവരെ മധുരമൂട്ടിയ മാവ് ഒരു കുടുംബനാഥൻ്റെ സ്ഥാനത്തു നിൽക്കുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ ഓടിക്കുന്ന തന്ത്രങ്ങൾ മനുഷ്യരുടേതിന് സമാനമാണ്. ആ വൃദ്ധമുത്തശ്ശിയുടെ ഇലച്ചാർത്തുകളെ നിബിഡവും ശ്യാമളവുമായ തലമുടിയായിട്ടാണ് ലേഖകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ വീഴുമ്പോഴും തന്നെ സ്നേഹിച്ചവർക്ക് ആപത്തു വരാതിരിക്കാൻ കൊച്ചുചക്കരച്ചി ശ്രദ്ധിക്കുന്നുമുണ്ട്. ഭാഷയുടെ ലാളിത്യവും സൗന്ദര്യവും ഈ ലേഖനത്തിൽ നിറയെ കാണാം. പച്ചമാങ്ങ ഉപ്പു ചേർത്ത് കർമുറ കർമുറ ചവച്ചു തിന്നാൽ എന്ന ഭാഗത്ത് വായനക്കാരൻ്റെ നാവിൽ കൊതികൊണ്ട് അറിയാതെ ഉമിനീർ നിറഞ്ഞു പോകുന്നു. കർക്കിടക മാസത്തിലെ കർത്തവാവിൻ നാളിൽ ആകാശത്തിനു താഴെ ഇലപ്പടർപ്പുകൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെക്കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്ന കൊച്ചുചക്കരച്ചിയുടെ ചിത്രവും ഏറെ സൗന്ദര്യം നിറഞ്ഞതാണ്. ജീവിതത്തിൻ്റെ കടലിനെ കവിതയ്ക്കു മഷിപ്പാത്രമാക്കിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓണമുറ്റത്ത് എന്ന കവിതയാണ് യൂണിറ്റിലെ അടുത്ത പാഠം. മലനാട് അഥവാ കേരളത്തിൻ്റെ പ്രകൃതി ഓണത്തെ എങ്ങനെ വരവേൽക്കുന്നു എന്നാണ് കവിതയുടെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. മലരിൻകൂട നിറച്ച് തുമ്പകളും ദീപക്കുറ്റി നാട്ടിയ പോലെ മുക്കുറ്റിയും നടുവിൽ പൊൽക്കിഴിയെരിയുന്ന വെള്ളിത്താലമെടുത്ത് നെയ്യാമ്പലും മാവേലിയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. കമുക് പൂവരി തൂകുന്നു. ഉണ്ണികളും അലകടലും ആർപ്പു വിളിക്കുന്നു. കൊച്ചരുവികളും ചെറുകന്യകമാരും കുരവയിടുന്നു. മാവേലിയെ സ്വീകരിക്കാൻ പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഓണക്കോടി ഉടുത്ത് കയ്യിൽ ചങ്ങല വട്ടയുമായി നിൽക്കുന്ന പെൺകൊടിയെപ്പോലെ ഉഷസ് ഒരുങ്ങി നിൽക്കുന്നു. കവി സ്വയം പുള്ളുവനായി മാറുന്ന കാഴ്ച തുടർന്ന് കാണാം. നാടിൻ്റെയും നാട്ടാരുടെയും നന്മയ്ക്കു വേണ്ടി പാട്ടുകൾ പാടിയിരുന്നവരാണ് പുള്ളുവന്മാർ. പഴയകാലത്ത് നമ്മുടെ നാട്ടുവഴികളിലെ നന്മ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു കയ്യിൽ മൺവീണയും മൺകുടവുമായി വീടുകൾ തോറും എത്തിയിരുന്ന പുള്ളുവനും പുള്ളുവത്തിയും. ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. കേരളത്തിൻ്റെ ആഘോഷങ്ങളായ ഓണവും വിഷുവും തിരുവാതിരയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന കൃഷിയുമൊക്കെ വൈലോപ്പിള്ളി കവിതകളിലെ നിറസാന്നിധ്യമാണ്. പഴമയിലിഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടെന്ന് പുള്ളുവൻ പാട്ടിനെയും നമ്മുടെ നാടൻ പാട്ടുകളെയും കലകളെയും പുതുതലമുറ പരിഹസിക്കുന്നതിൽ തനിക്കുള്ള വേദനയും കവി പങ്കുവെക്കുന്നുണ്ട്. 2 അയൽപക്ക കുടുംബങ്ങൾ തമ്മിലുള്ള രാഗദ്വേഷങ്ങളുടെ കഥയാണ് കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും എന്ന കഥ. തലമുറകളായി സൂക്ഷിച്ചുവെച്ച അയൽപക്ക സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കമായ ഗ്രാമീണ നന്മയുടെയും ചിത്രങ്ങൾ കഥയിൽ കാണാം. മത്തായിയുടെയും മർക്കോസിൻ്റെയും കുടുംബങ്ങൾ. ഒരിക്കൽ 2 പറമ്പുകളും ഒന്നായിരുന്നു. മർക്കോസിൻ്റെ അപ്പൻ പരോപകാരബുദ്ധി കൊണ്ട് മത്തായിയുടെ അമ്മയ്ക്ക് താമസിക്കാൻ തൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം നൽകുന്നതും മത്തായിയുടെ അമ്മ അവിടെ ചെറിയ ഒരു കടയും കച്ചവടവും തുടങ്ങുകയും ക്രമേണ കച്ചവടം മെച്ചപ്പെട്ട് അവർ പണക്കാരാവുകയും ചെയ്തു. മർക്കോസിൻ്റെ കുടുംബമാകട്ടെ പെൺമക്കളെ കെട്ടിച്ചുവിട്ട് ക്ഷയിക്കുകയും ചെയ്തു. മർക്കോസിനെ സഹായിക്കാനെന്ന മട്ടിൽ മത്തായി അവരുടെ പറമ്പിൻ്റെ നല്ലൊരു ഭാഗം തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുക്കുകയും ചെയ്തു. മർക്കോസിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഓടിച്ചു വിടാനായി മത്തായി അവരെ പലതരത്തിലും ഉപദ്രവിക്കുകയും ചെയ്തു. എന്നാൽ മത്തായിയുടെ അമ്മയാകട്ടെ മകൻ മർക്കോസിനോടും കുടുംബത്തോടും കാട്ടുന്ന ദ്രോഹത്തിൽ അമർഷമുണ്ട്. മൂടു മറക്കരുത് എന്ന് അവർ മകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ മകൻ്റെ ഏറുകൊണ്ട് ചത്ത മത്തായിയുടെ കോഴിയെ ഉടമസ്ഥർക്ക് തന്നെ മർക്കോസിൻ്റെ വീട്ടുകാർ നൽകി.
കോഴിയെ രാത്രി മത്തായിയും ഭാര്യയും കറിവെച്ച് കഴിച്ചിട്ട് ആ കുറ്റം മർക്കോസിൻ്റെ മുകളിൽ വെച്ചുകെട്ടി പോലീസിൽ കേസ് കൊടുക്കുകയാണ് മത്തായി ചെയ്തത്. എന്നാൽ പോലീസ് വന്നപ്പോൾ തൻ്റെ മകനാണ് യഥാർത്ഥ തെറ്റുകാരനെന്ന് ഉറക്കെ പറയാൻ മത്തായിയുടെ അമ്മ മടിച്ചില്ല. ആ അമ്മയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് മർക്കോസ് കേസിൽ നിന്നും രക്ഷപ്പെട്ടത്. അമ്മയുടെ നിസ്വാർത്ഥവും സത്യസന്ധവുമായ ഇടപെടലാണ് കഥാഗതിയിൽ മാറ്റം വരുത്തുന്നത്. വന്ന വഴി മറക്കാത്തവളാണ് മത്തായിയുടെ അമ്മ. തന്നെ സഹായിച്ചവരോടുള്ള നന്ദിയും കടപ്പാടും അവർ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കഥയിലുടനീളം പ്രകടമാകുന്ന ആക്ഷേപഹാസ്യമാണ് കഥയുടെ മറ്റൊരു പ്രത്യേകത. കഥയുടെ പേര് തന്നെ അതിനുദാഹരണമാണ്. കോഴിയെ കൊല്ലുമ്പോൾ കണ്ണിൽ കണ്ണീർ വരുന്നതിനു പകരം വായിൽ കൊതിവെള്ളം വരുന്നു എന്നതുതന്നെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ വളർച്ചയും മർക്കോസിൻ്റെ തകർച്ചയും പറയാൻ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും എന്ന രസകരമായ പ്രയോഗമാണ് കഥാകൃത്ത് നടത്തുന്നത്. നിരവധി നാടകീയ മുഹൂർത്തങ്ങളും കഥയിൽ കാണാം. ചത്ത കോഴിയെ വേലിക്കരികിൽ കൊണ്ടിടുന്ന രംഗം, അന്ന് രാത്രി വളരെ വൈകി ഉറങ്ങുന്ന മത്തായിയും ഭാര്യയും, കുട്ടികളുടെ ഇണക്കവും പിണക്കവും, പോലീസുകാരോട് മത്തായിയുടെ അമ്മ സത്യം വിളിച്ചു പറയുന്ന രംഗം, ഇവിടെയെല്ലാം നാടകീയത നിറഞ്ഞു നിൽക്കുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു എന്ന ലേഖനമാണ് യൂണിറ്റിലെ അടുത്ത പാഠം. ജാതിയും മതവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇരുട്ടു നിറച്ച നമ്മുടെ നാട്ടുവഴികളിൽ അറിവിൻ്റെ, നന്മയുടെ, മാനവികതയുടെ നിലാവായി വെളിച്ചമായി പെയ്തിറങ്ങിയ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും നവയുഗ സൃഷ്ടാവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കർമ്മ പരിപാടിയായിരുന്നു അധകൃത വർഗോദ്ധാരണം. ശ്രീനാരായണ ഗുരുവും സാമൂഹ്യ മാറ്റത്തിനായി ഇതേ മാർഗമാണ് സ്വീകരിച്ചത്. താൻ തപശക്തി കൊണ്ട് നേടിയ വ്യക്തിമഹത്വത്തെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ഗുരു ഉപയോഗിച്ചു. തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും ആധ്യാത്മിക മണ്ഡലത്തിൽ ഒതുക്കിവെക്കാതെ ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രസരിപ്പിച്ചു. ജാതീയമായ അന്ധകാരം നിറഞ്ഞ കേരളീയ സമൂഹത്തിൽ പ്രകാശം പരത്തി. അടിമകളെപ്പോലെ കഴിഞ്ഞ ജനതയെ സ്വാതന്ത്ര്യബോധമുള്ളവരാക്കി. അജ്ഞതയിൽ ആണ്ടുകിടന്ന മനുഷ്യത്വത്തെ ഉണർത്തിവിട്ടു. ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്തു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥനായിരുന്നു ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യനന്മയ്ക്കാണ് പ്രാധാന്യം. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് പല മതപണ്ഡിതന്മാരും മതങ്ങളെ സമീപിക്കുന്നത് എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ സന്ദേശം എന്നും എവിടെയും എക്കാലത്തും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്ന ഒന്നാണ്. നിരക്ഷരരായ അധസ്ഥിത വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള താൽക്കാലിക ഉപാധി മാത്രമായിരുന്നു ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠ. ക്ഷേത്രങ്ങളല്ല വേണ്ടതെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളുമാണെന്നും ഗുരു ഉറക്കെ പ്രഖ്യാപിച്ചു. ഗുരുവിൻ്റെ പ്രസിദ്ധമായ കണ്ണാടി പ്രതിഷ്ഠയുടെ ഉദ്ദേശ്യം മനുഷ്യൻ്റെ ധ്യാന ലക്ഷ്യം മനുഷ്യൻ തന്നെയാണെന്നും നമ്മളിലെല്ലാവരിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്നും നമ്മുടെ മനസ്സാണ് വളരേണ്ടത് എന്നതുമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഗുരു ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദർശവും പ്രായോഗികതയും ഇണങ്ങിച്ചേർന്ന ശ്രീനാരായണ സന്ദേശങ്ങൾ ഭാവി തലമുറയ്ക്ക് എന്നും പ്രചോദനമായിരിക്കും. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗുരുവചനങ്ങൾക്ക് സാർവലൗകിക സ്വഭാവമുണ്ട്. മനുഷ്യൻ്റെ സമഗ്ര വികാസം, വ്യക്തിത്വത്തിൻ്റെ പരിപൂർണ സാക്ഷാത്കാരം എന്നിവയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. നമ്മുടെ നാടിനെ ജാതിക്കോമരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ തക്കവിധം വിശാലമായിരുന്ന ആശയങ്ങളായിരുന്നു ഗുരു അവതരിപ്പിച്ചത്. മലയാളം അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റാണ് ഇന്ന് വിശകലനം ചെയ്തത്. മലയാളം അടിസ്ഥാന പാഠാവലിയെ ആസ്പദമാക്കിയുള്ള 2ാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് കൊല്ലം കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ജസീന റഹീം. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.